കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞത്തിന്റെ തീരത്തേക്ക് ഒടുവിൽ കപ്പലെടുത്തു. ലോകത്തെ രണ്ടാമത്തെ വലിയ കപ്പൽ കമ്പനിയായ മെസ്കിന്റെ സാൻ ഫെർണാണ്ടോ എന്ന കപ്പലാണ് കണ്ടെയ്നറുകളുമായി ആദ്യമെത്തിയത്. വാട്ടർ സല്യൂട്ട് നൽകിയാണ് വിഴിഞ്ഞം കപ്പലിനെ വരവേറ്റത്. ജൂലൈ 2-ന് ചൈനയിലെ സിയാമൻ തുറമുഖത്തു നിന്നും പുറപ്പെട്ട കപ്പൽ കൊളംബോ വഴിയാണ് വിഴിഞ്ഞത്തെത്തുന്നത്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം തുറക്കുന്നതോടെ കേരളത്തിന്റെ വികസന ചരിത്രത്തിലും പുതിയ അധ്യായം കുറിക്കുകയാണ്. ഒന്നും രണ്ടുമല്ല, പതിറ്റാണ്ടുകൾ നീണ്ട സ്വപ്നത്തിന്റെ സാക്ഷാത്കാരമാണ് വിഴിഞ്ഞത്ത് ഇന്ന് നടക്കുന്നത്. ചരക്ക് കപ്പലെത്തി ട്രയൽ റൺ പൂർത്തിയാകുന്നതോടെ വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായെന്ന് പറയാം. സിയാമൻ തുറമുഖത്ത് നിന്ന് പുറപ്പെട്ട് 8 ദിവസം കൊണ്ട് യാത്ര പൂർത്തിയാക്കിയാണ് സാൻ ഫെർണാണ്ടോ വിഴിഞ്ഞത്തേക്ക് എത്തിയത്. ഡാനിഷ് കമ്പനിയായ മെസ്കിന്റെ ഈ കപ്പലിന് 9 വർഷം പഴക്കമുണ്ട്. മാർഷൽ ദ്വീപ് പതാകയേന്തിയ കപ്പൽ ജൂലൈ 2-നാണ് സിയാമനിൽ നിന്ന് പുറപ്പെട്ടത്. 2000-ലേറെ കണ്ടെയ്നറുകളാണ് കപ്പലിലുള്ളത്. സാൻ ഫെർണാണ്ടോയെ വിഴിഞ്ഞം പോർട്ടിന്റെ ബർത്തിലേക്ക് അടുപ്പിച്ചു. ഏറെ ആഹ്ലാദകരമായ ചരിത്ര നിമിഷമാണിത്. നാളെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കപ്പലിനെ ഔദ്യോഗികമായി സ്വീകരിക്കും. കേന്ദ്ര തുറമുഖ, ഷിപ്പിംഗ് ആൻഡ് വാട്ടർവേസ് വകുപ്പ് മന്ത്രി ശ്രീ സർബാനന്ദ സോനോവാൾ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും. കപ്പൽ തുറമുഖത്തേക്ക് നങ്കൂരമിടാനായി കരയിലേക്ക് അടുത്തുകൊണ്ടിരിക്കെയാണ് ടഗുകളുടെ നേതൃത്വത്തിൽ വാട്ടർ സല്യൂട്ട് നൽകിയത്. അടുത്തിടെ 2ാമത്തെ തവണയാണ് വാട്ടർ സല്യൂട്ട് വാർത്തകളിൽ നിറയുന്നത്. ജൂലൈ 4-ന് 2020 ലോക ചാമ്പ്യന്മാരായ ഇന്ത്യൻ ടീമിനെ മുംബൈ അന്താരാഷ്ട്ര എയർപോർട്ട് സ്വീകരിച്ചത് വാട്ടർ സല്യൂട്ട് നൽകിയായിരുന്നു. വിസ്താര UK 1845 എന്ന വിമാനത്തിലാണ് ഇന്ത്യൻ ടീം താരങ്ങൾ മുംബൈയിലെത്തിയത്. ഇവർ സഞ്ചരിച്ച വിമാനം എയർപോർട്ടിൽ ഇറങ്ങിയപ്പോഴാണ് ഗ്രൗണ്ട് സ്റ്റാഫ് വാട്ടർ സല്യൂട്ട് നൽകി ആദരിച്ചത്. 1950-കളിൽ അമേരിക്കയിലാണ് ആദ്യമായി വാട്ടർ സല്യൂട്ട് നടന്നതായി കരുതപ്പെടുന്നത്. സൈനിക വിമാനങ്ങൾ, കപ്പലുകൾ എന്നിവയോടുള്ള ബഹുമാന സൂചകമായാണ് ഇത് ആദ്യം അവതരിപ്പിച്ചത്. 1990-കളിൽ ലോകമെമ്പാടുമുള്ള എയർപോർട്ടുകളും എയർലൈനുകളും ഈ പാരമ്പര്യം ഒരു ചടങ്ങായി സ്വീകരിച്ചു. ഒരു പുതിയ വിമാനം ആദ്യമായി വിമാനത്താവളത്തിലെത്തുമ്പോഴും അവസാനമായി ഒരു വിമാനം യാത്ര പുറപ്പെടുന്ന സാഹചര്യത്തിലും വാട്ടർ സല്യൂട്ട് നൽകാറുണ്ട്. വ്യോമയാന മേഖലയിലെ ഒരു പരമ്പരാഗത ചടങ്ങാണ് വാട്ടർ സല്യൂട്ട്. വിമാനത്തിനും അതിലെ ജീവനക്കാർക്കും യാത്രക്കാർക്കും നൽകുന്ന ആദരവിനെ സൂചിപ്പിക്കുന്നതിനാണ് ഈ ചടങ്ങ് നടത്തുന്നത്. വ്യോമയാന മേഖലയിലെ തന്നെ ഒരു സുപ്രധാന ചടങ്ങായാണ് ഇത് കണക്കാക്കപ്പെടുന്നത്. ബഹുമാനത്തിന്റെയും അഭിമാനത്തിന്റെയും ആദരവിന്റെയും അടയാളമായി നടത്തുന്ന ഒരു ആചാരമായി കൂടിയാണ് വാട്ടർ സല്യൂട്ട് കണക്കാക്കപ്പെടുന്നത്. ഫയർ എഞ്ചിൻ ഉപയോഗിച്ചാണ് വാട്ടർ സല്യൂട്ട് നടത്താറുള്ളത്. വ്യോമയാന മേഖലയിലെ നേട്ടങ്ങൾ ആഘോഷിക്കുന്നതിനും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തികളുടെ കഠിനാധ്വാനത്തിനും അർപ്പണബോധത്തിനും ആദരവ് അർപ്പിക്കുന്നതിനുമുള്ള ഒരു മാർഗമായും വാട്ടർ സല്യൂട്ടിനെ കണക്കാക്കുന്നുണ്ട്. ഒരു മുതിർന്ന പൈലറ്റിന്റെയോ എയർ ട്രാഫിക് കൺട്രോളറുടെയോ വിരമിക്കൽ പോലുള്ള ചടങ്ങുകളിൽ സേവനത്തിനിടെ കൊല്ലപ്പെട്ട സൈനികരോടുള്ള ബഹുമാനാർത്ഥം മറ്റ് ശ്രദ്ധേയമായ സംഭവങ്ങളോടുള്ള ആദരവായും വാട്ടർ സല്യൂട്ട് ഉപയോഗിക്കാറുണ്ട്. എങ്ങനെയാണ് വാട്ടർ സല്യൂട്ട് നടത്തുന്നതെന്ന് നോക്കാം. വിമാനത്താവളത്തിലെത്തുന്ന വിമാനത്തിന്റെ എഞ്ചിനുകളുടെ ഇരുവശത്തുമായി 2 അഗ്നിശമന വാഹനങ്ങൾ കാത്തു നിൽക്കും. വിമാനം വിമാനത്താവളത്തിലേക്ക് ലാൻഡ് ചെയ്യുമ്പോഴോ ടേക്ക് ഓഫിനായി മുന്നോട്ട് നീങ്ങുമ്പോഴോ ഈ ഫയർ ട്രാക്കുകൾ വിമാനത്തിന്റെ എഞ്ചിനുകൾക്ക് നേരെ വെള്ളം ചീറ്റും. ഇത് കാഴ്ചയിൽ ആകർഷകമായ ദൃശ്യവിരുന്നാണ് ഒരുക്കുന്നത്. വാട്ടർ സല്യൂട്ട് ചടങ്ങ് വൈകാരികവുമായ നിമിഷമായാണ് കണക്കാക്കുന്നത്. ഇത് കാണാനെത്തുന്ന കാഴ്ചക്കാരും വിശിഷ്ട വ്യക്തികളും കരഘോഷത്തോടെയാണ് വാട്ടർ സല്യൂട്ടിനെ സ്വീകരിക്കുക. വിഴിഞ്ഞത്ത് 4 ടാഗ് ഷിപ്പുകളുടെ നേതൃത്വത്തിലാണ് കപ്പലിനെ സുഗമമായി ബർത്തിലേക്ക് അടുപ്പിച്ചത്. കപ്പലിനെ ബർത്തുമായി വലിയ പടം ഉപയോഗിച്ച് സുരക്ഷിതമായി ചേർത്ത് നിർത്തുന്ന മൂറിംഗ് എന്ന പ്രക്രിയയും പൂർത്തിയായി. ഇനി നാളെ സാൻ ഫെർണാണ്ടോ കപ്പലിന് ഔദ്യോഗിക സ്വീകരണവും ഒരുക്കിയിട്ടുണ്ട്.